80 മോഡലിൻ്റെ സാംസങ്ങിൻ്റെ സർവീസിൻ്റെ ഗുണനിലവാരം കൊണ്ടിട്ട് എനിക്കൊരു നത്തിങ് ഫോൺ വാങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ നത്തിങ് ഫോണിൻ്റെ ഒരു സാധാരണ യൂസർ എന്നുള്ള നിലയിലുള്ള ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലുള്ളത്. മാത്രമല്ല എനിക്ക് ഉപയോഗിച്ച് ശീലമുള്ള ചില ഫോണുകളായിട്ടും ഈ ഫോൺ ഞാൻ കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ പ്ലസും മൈനസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും ടൂർസ് ആൻഡ് ടെക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 2 കൊല്ലം മുമ്പ് ഞാൻ സാംസങ്ങിൻ്റെ ഈ S21 FE വാങ്ങണ സമയത്ത് എൻ്റെ മനസ്സിൽ വില കൊണ്ടും സ്പെക്ക് കൊണ്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നത്തിങ്ങിൻ്റെ ഒരു ഫോണായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സാംസങ് S21 മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് കൊണ്ടും സാംസങ് വലിയൊരു ബ്രാൻഡ് ആയതുകൊണ്ടൊക്കെ മികച്ച സർവീസ് കിട്ടുമെന്നുള്ള എൻ്റെ തെറ്റിദ്ധാരണയാണ് എന്നെ S21 വാങ്ങാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. നത്തിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നത്തിങ് അന്ന് ഞാൻ വേണ്ടെന്ന് നോക്കാനുള്ള ഒരു കാരണം ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഇവിടെ ഇല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഞാനിത് ഉപേക്ഷിക്കാനുള്ള മെയിൻ ഒരു റീസൺ. പക്ഷേ അതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. OnePlusൻ്റെ തന്നെ സർവീസാണ് ഇവരുടെയും സർവീസ് സെൻറ്റർ. പിന്നെ അവരുടെ സർവീസിന് അത്യാവശ്യം നല്ല റിവ്യൂയും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ കാര്യം കുറച്ച് ശോകമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇപ്പം എറണാകുളത്തെ അവസ്ഥയാണ് ഞാൻ പറയണം. എല്ലാ ജില്ലയിലും ഇതാണ് അവസ്ഥയെന്ന് എനിക്കറിയാൻ പാടില്ല. എറണാകുളത്ത് പാലാരിവട്ടത്തും കടവന്ത്രയിലുമാണ് ഇതിന് സർവീസ് സെൻറ്റർ ഉള്ളത്. പാലാരിവട്ടത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ അടിക്കും. കാരണം അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയറൊക്കെ അങ്ങനെ തന്നെയാണ്. കടവന്ത്ര ചെല്ലുമ്പോൾ അത്ര പ്രശ്നമില്ല. ആക്ച്വലി അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം ഡീൽ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് അവിടെ ഇവിടെയൊക്കെ സെയിം ആയിരിക്കണം. കാരണം ഈ ഫോൺ സർവീസിന് കൊടുത്തിട്ട് ഡിസ്പ്ലേയിൽ ലൈൻ വീണിട്ട് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈൻ വീണിട്ട്, അതായത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ലൈൻ വീണിട്ടാണ് ഞാനിതുകൊണ്ട് സർവീസിന് കൊടുക്കണം. 2 കൊല്ലം പഴക്കമുള്ള സർവീസ് സെറ്റാണ്. എങ്കിൽ പോലും അവരത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞത് എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്. പക്ഷേ പ്രശ്നം 1 മാസം ഫോൺ അവിടെ വെക്കണം. ഇത് ഡൽഹിയിൽ വിട്ടിട്ട് ഡിസ്പ്ലേ മാറി വന്നോന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 1 മാസം ഫോണില്ലാത്ത അവസ്ഥ ഇത്തിരി ദുരന്തമാണ്. പക്ഷേ 1 മാസവും കഴിഞ്ഞ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ കിട്ടിയത്. അപ്പോൾ അത്രയും ഡിലേ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ സമയത്ത് ഫോൺ ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് നാൾ M12 ഉപയോഗിച്ച്, സാംസങ്ങിൻ്റെ തന്നെ വൈഫിൻ്റെ ഫോണാണ്, അത് ഉപയോഗിച്ച്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. അതും കഴിഞ്ഞിട്ട് എനിക്കൊരു പിന്നെയും കിട്ടാണ്ടായപ്പോൾ ഞാൻ മേടിച്ചതാണ് ഈ നത്തിങ്ങിൻ്റെ ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ സാധനം. 17,800 രൂപയാണ് ഇതിൻ്റെ വില ഫ്ലിപ്കാർട്ടിൽ. അതിൻ്റെ ലിങ്ക് പ്രോഡക്റ്റിൻ്റെ ഇതിൻ്റെ അകത്തും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ ഇട്ടേക്കാം. ആ വിലക്ക് ഒരു ബെസ്റ്റ് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, ഞാൻ ഈ 34,000 കൊടുത്ത് മേടിച്ച S21 FEയുടെ ആ ഒരു അതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ പോലും കമ്പയർ ചെയ്യാനുള്ള ക്വാളിറ്റി ഇവനുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ M12 ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യണില്ല. M12 ഈ കൂട്ടത്തിൽ ഈ ഫോണുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരൊറ്റ ഗുണമുള്ളൂ, ബാറ്ററി ബാക്കപ്പ് അപാരമാണ്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ എറിഞ്ഞാൽ അവൻ സ്പോട്ടിൽ തീർന്നു. എനിക്ക് ആക്ച്വലി വലിപ്പം കുറഞ്ഞ ഫോണാണ് ഇഷ്ടം. M12 തന്നെ എനിക്ക് കുറച്ച് സൈസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുണ്ട് ഈ S21 ആയിട്ട് നോക്കുമ്പോൾ M12 ഓൾറെഡി M12 12,000 രൂപ എന്നാണ്ട് ഉള്ള വില. പക്ഷേ ഇത് സൈസ് കൂടുതലാണ്. എനിക്ക് പക്ഷേ ചെറിയ ഫോണാണ് ഇഷ്ടം കേട്ടോ. ഇതിന് നോക്കുമ്പോഴത്തേക്കിനും ഈ M12 പോലും ഇത് വലുതാണ്. ഡിസ്പ്ലേ സൈസും എല്ലാം കൂടുതലാണ്. മൊത്തം സൈസ് വലുതാണ്. പക്ഷേ ഇതിനെക്കാട്ടിയും കൊണ്ട് നടക്കാൻ ഇത് കുഴപ്പമില്ല. ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ബോഡിയാണ്. പിന്നെ മാത്രമല്ല വെയിറ്റും ഇല്ല. ഇതിന് നല്ല വെയിറ്റാണ്. ഈ S21 തീരെ വെയിറ്റ് ഇല്ല. ബാക്കി ഡീറ്റെയിൽസ് ഇത് ഫിസിക്കലി നമ്മൾ കാണുമ്പോഴുള്ള സംഭവങ്ങൾ ഇതാണ്. ഇത് തന്നെ ഇതിൻ്റെ CMF നത്തിങ് ഫോൺ 2 Pro എന്നാണ് ഇതിൻ്റെ പേര്. നത്തിങ് എന്നും പറഞ്ഞ് ഫോൺ 2 Pro എന്നും പറഞ്ഞിട്ട് ഒരു സെറ്റും കൂടെ ഉണ്ട്. പക്ഷെ അത് ഓൺലൈൻ കിട്ടൂല. അത് നമ്മളുടെ ലുലുവിലൊക്കെ ഈ സാധനമുണ്ട്. ഞാൻ പോയി കണ്ടായിരുന്നു. രണ്ടും തമ്മിൽ വില വ്യത്യാസമുണ്ട്. മറ്റേതിന് 21,000 ചില്ലാൻ്റെ വിലയുണ്ട്. മാത്രമല്ല അതിന് ബാക്കിൽ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സാധനമൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ എനിക്ക് ഭംഗി തോന്നിയത് അതിനാണ്. ബാക്കി 2 പെർഫോമൻസും സെയിം ആണ്. ബാക്കി ഉള്ളിലുള്ള സാധനങ്ങളുടെ കംപ്ലീറ്റ് സ്പെക്ക് എല്ലാം സെയിം ആയതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാണ് 13,000 വെറുതെ കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈൻ തന്നെ വാങ്ങി. ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് ഉണ്ട്, ബാറ്ററി ചാർജർ ഉണ്ട്, 33 വാട്ട് ബാറ്ററി ചാർജർ ഉണ്ട്, ഒരു C2C കേബിളുണ്ട്. നമ്മൾ ഇത് S21 FE മേടിച്ചപ്പോൾ കിട്ടിയത് ആകെ കൂടെ ഒരു C2C കേബിൾ മാത്രമാണ്. ഫാസ്റ്റ് ചാർജർ 25 വാട്ടേ ഉള്ളൂ ഇതിന്. അത് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് മേടിക്കുകയാണ് ചെയ്തത്. ഈ 34,000 രൂപയുടെ ഫോണായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഈ 17,800 രൂപയുടെ ഫോണിനുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഇതിൻ്റെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗണിൻ്റെ 888 ഒക്കെയാണ്. ഇതിൻ്റെ അകത്ത് സ്നാപ്ഡ്രാഗൺ ഒന്നുമല്ല, ഒരു ചിപ്സെറ്റ് ഇവരുടെ തന്നെ ഒരു ചിപ്സെറ്റാണ് കിടക്കണം. പക്ഷേ ഉണ്ടല്ല, ഇവൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. കാരണം ഞാൻ ചിലപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു എഡിറ്റ് ചെയ്യാറ്. ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യണ സമയത്ത് നല്ല ഫാസ്റ്റായിട്ട് ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്ത് തരും. നമ്മൾ 4K നമ്മളത് എടുത്താൽ ഔട്ട്പുട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഇത് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ M12 ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലാഗായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഔട്ട്പുട്ട് വരുമ്പോൾ
HD ആയിട്ടേ വരുള്ളൂ. 4K നമ്മൾ സെലക്ട് ചെയ്താലും ഒരുപാട് ടൈം എടുക്കും, പക്ഷേ HD ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. 4K വരില്ല ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സെയിം പെർഫോമൻസ് തന്നെ ഇതിൻ്റെ അകത്ത് കിട്ടും. അത്ര സ്പീഡിൽ പരിപാടികൾ നടക്കും, പിന്നെ 4K ഔട്ട്പുട്ടായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ ഇത് പറഞ്ഞാലും ഇത് സ്പെക്ക് നോക്കുമ്പോൾ ഇത് ഇത്തിരി കുറവാണ്, പക്ഷേ ഉണ്ടല്ലോ ഔട്ട്പുട്ട് വരുമ്പോൾ വലിയ വ്യത്യാസമില്ലാത്ത ഒരു ഔട്ട്പുട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. വീഡിയോ എടുത്താലും മറ്റേ സ്റ്റില്ലെടുത്താലും വലിയ കുഴപ്പമില്ല. പിന്നെ ഡിസ്പ്ലേയും രണ്ടിൻ്റെയും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ആണ്, കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ഇതാണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ബീരെ നെഗറ്റീവ് ഉണ്ട് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഇത്തിരി മോശം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ മൈക്കിൽ കൂടെ അപ്പുറത്തേക്ക് കേൾക്കുന്ന സൗണ്ട് ആണെങ്കിലും ആവശ്യമില്ലാത്ത നോയ്സൊക്കെ കയറി പിടിച്ചിട്ടാണ് പോണത്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ ചെവിട്ടിൽ വെച്ചാലും സ്പീക്കർ ഫോൺ ഇട്ടാലും ഇതിൻ്റെ ഈ രണ്ട് സാംസങ്ങിൻ്റെയും ക്വാളിറ്റി ഇതിനില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ബാക്കി നെറ്റ്വർക്ക് പിടിക്കുന്ന കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം വൈഫൈയുടെ റേഞ്ചും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെയൊക്കെ കിട്ടും. ഇത് ഒട്ടും ഹീറ്റ് ആവാറില്ല കേട്ടോ. CMF ഒട്ടും ഹീറ്റ് ആവാറില്ല. ഹീറ്റ് നമ്മൾ അറിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ S21FE നല്ല രീതിയിൽ ഹീറ്റ് ആവും. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണ സമയത്താണെങ്കിലും കോള് തന്നെ കുറച്ച് ലോങ് കോൾ ആണെങ്കിലും എല്ലാം ഇത് ഹീറ്റ് ആവാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹീറ്റാണോ അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ അറിയില്ല. ചാർജ് ചെയ്യാൻ ഒരുപാട് നേരം ഇട്ടാലാണ് കുറച്ചെങ്കിലും ഹീറ്റ് നമുക്ക് തോന്നുള്ളൂ. നല്ല പെർഫോമൻസും ഉണ്ട്, നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇപ്പം ഞാൻ ഏതാണ്ട് 2-3 ആഴ്ച ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ മോനാണ് ഇത് ഉപയോഗിക്കുന്നത്. അവനോടും നമുക്കിതിൻ്റെ 2K കിഡ്സിനോടും കൂടെ നമ്മൾ ഇതിൻ്റെ അഭിപ്രായം ചോദിക്കണമല്ലോ. അപ്പോൾ അവനെ കൂടെ അവൻ്റെ റിവ്യൂ ഞാൻ ഇട്ടുതരാം. പിന്നെ നെഗറ്റീവ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ക്യാമറ അത്യാവശ്യം നല്ലതാണ്. പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി വിലയുള്ളൂ. അതായത് ഇത് 34,000 രൂപയുടെ ഫോണും ഇത് 17,800 രൂപയുടെ ഫോണുമാണ്. എന്നിട്ടും ഇതിൻ്റെ പെർഫോമൻസ് സ്പെക്ക് നോക്കണ്ട നിങ്ങൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഇവൻ നല്ല മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോണാണ്. നിങ്ങൾ ഫോൺ എടുക്കണം, ഒരു 20,000 രൂപ താഴെ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഫോൺ കൺസിഡർ ചെയ്തോ. നിങ്ങളിത് എടുത്താൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമാകില്ല, അത് ഉറപ്പാണ്. ഈ CMFനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ ബുള്ളറ്റും പുതിയ ബുള്ളറ്റ് ഓടിക്കുന്ന പോലത്തെ ഒരു പ്രശ്നമുണ്ട്. പഴയ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ അറിയാല അതിൻ്റെ ബ്രേക്കും ഗിയറും വേറെ വേറെ സൈഡിലാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ CMFനുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ സാധാരണ മിക്കവാറും ഞാൻ ഉപയോഗിച്ചേക്കണ മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് ഫോണിൻ്റെയും നമ്മൾ ഈ ലോക്ക് ചെയ്യണ സ്വിച്ച് ഇവിടെ ഇരിക്കും, അതിൻ്റെ മേളിലായിരിക്കും ഇവിടെ ആയിരിക്കും വോളിയം കൺട്രോൾ വരുന്നത്. പിന്നെ ഇവിടെ ഇതിനൊരു എക്സ്ട്രാ ഒരു സ്വിച്ചും കൂടെ ഉണ്ട് ഈ അടിയിൽ, ഈ ലോക്കിയുടെ തൊട്ടടിയിൽ. നമ്മൾ അബദ്ധത്തിൽ ഇതിൻ്റെ അകത്ത് പിടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേ സ്ക്രീൻഷോട്ടാവും. ഇത് ആക്ച്വലി ഇത് സ്ക്രീൻഷോട്ട് എടുക്കും, പക്ഷേ എസെൻഷ്യൽ സ്പേസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആ ഇത് എടുത്തിട്ട് നമുക്ക് അത് എന്തെങ്കിലും നോട്ടൊക്കെ ചെയ്തിട്ട് ഓഡിയോ ചെയ്താൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ എന്തെങ്കിലും ഒരു നോട്ടായിട്ട് അത് സേവ് ചെയ്ത് വെക്കാം. അതാണ് അതിൻ്റെ ഗുണം. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിത് ഉപയോഗിച്ച് ശീലമില്ലാത്ത സമയത്ത് ആദ്യം എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. 2K കിഡിനെ കിട്ടിയിട്ടുണ്ട്. 2K കിഡിനോട് നമുക്ക് ചോദിക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടിരുന്ന റിവ്യൂ 80s കിഡിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2K കിഡിനോട് ചോദിക്കാം. അപ്പോൾ 2K കിട്ടാ അപ്പോൾ എന്താണ് ഇവനാണ് ഈ ഫോണൊക്കെ ഉപയോഗിക്കണം. എനിക്ക് സാംസങ് കിട്ടിയപ്പോൾ ഞാൻ ഈ ഫോൺ ഇവന് കൊടുത്ത് ഇവന് വേണ്ടി തന്നെ മേടിച്ചതാണ്. തൽക്കാലം ഇവൻ്റെ റെഡ്മിയുടെ ഒരു ഫോണാണ് ഇവന് ഉപയോഗിച്ചത്. Redmi 7 Pro എൻ്റെ പഴയ ഒരു ഫോണായിരുന്നു. എനിക്ക് ഒട്ടും പറ്റാണ്ടായപ്പോൾ ഇവന് സന്തോഷമായിക്കോട്ടെ തിരിച്ചു കൊടുത്തോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഫോണിപ്പോൾ ഇത്തിരി കംപ്ലൈൻ്റ് ആയപ്പോഴത്തേക്കിനും എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയപ്പോൾ ഫോണിനൊരു പിടിവലി വന്നപ്പോഴത്തേക്കും ഞാനിതെടുത്ത് എന്നിട്ട് ഇപ്പോൾ എൻ്റെ സാംസങ് കിട്ടിയപ്പോൾ ഞാൻ ഇവന് കൊടുത്തത്. അപ്പോൾ ഇവനാണ് ഇപ്പോൾ എൻ്റെ മൊയിലാളി. അപ്പോൾ മൊയിലാളിക്ക് ഇപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ ഒരു റിവ്യൂ പറയാനുള്ളത്? അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയ ഒരു സാധനം ഉണ്ടോ, OS. ഇതിൻ്റെ നമ്മൾ ബാക്കിയുള്ള ഫോണായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഒരു അടിപൊളി OS ആണ് ഇതിൻ്റെ. ഇതിനെ കാണാനുള്ള ഒരു സംഭവങ്ങൾ തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആണ്. എനിക്ക് സത്യത്തിൽ OS പറയുമ്പോൾ എനിക്ക് സാംസങ്ങിൻ്റെ OSനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റെഡ്മിയുടെ Note 7 Pro ഞാൻ ഉപയോഗിച്ചിട്ട് ഇരുന്നൊരു സാധനം. ഇതിനെക്കാട്ടി സാംസങ് S21 ബെസ്റ്റ് OS റെഡ്മിയുടെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ അഭിപ്രായമാണത്. അതിലും കുറച്ചും കൂടി നല്ല OS ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയേക്കണം. ഇത് കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മൾ ആദ്യം ഒരു ഇത് തോന്നും നമുക്ക്, കാരണം നമ്മൾ ഈ ഉപയോഗിച്ച ആൻഡ്രോയിഡ് ഫോണുകളായിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള OS. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ നമുക്കൊരു ഇത് തോന്നും. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതായിട്ട് നല്ല എല്ലാം കൊണ്ടും കുറച്ച് നല്ലതാണ്. ആ പ്രൈസിന് നല്ല ഒരു ഫോൺ മോട്ടറോളൊക്കെ ഉണ്ട്. മോട്ടറോളൊക്കെ ഈ പറഞ്ഞ പോലെ ആഡ്സും കാര്യങ്ങളൊന്നും വരില്ല. അവരുടെ തന്നെ ഇത് OS ആണ്. അപ്പോൾ അത് കുറച്ച് നല്ലതായിരിക്കും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മോട്ടറോളയുടെ 20,500 എന്നാണ് വരുന്നത്. അതായിരുന്നു അതിൻ്റെ വില. പിന്നെന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? പിന്നെ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ബാലൻസ്ഡ് ഫോണാണിത്. നല്ല പെർഫോമൻസ് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഇതിൻ്റെ ബെസൽസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഈവൻ ബെസൽസ് ആണ്. ചില ഫോൺസിനൊക്കെ അടിയിൽ നല്ല ചക്ക ബെസൽസ് ആയിരിക്കും. ഇത് അത്യാവശ്യം ഈ ബെസൽസ് എന്താ മനസ്സിലായില്ല ചേട്ടാ? അത് ഈ ബോർഡറില്ലേ, ബോർഡറിലുണ്ട്. അതാണ് നമ്മുടെ ഫോണിനൊക്കെ അത് അടിയിൽ ഇവിടെ കൂടുതലുണ്ടാ. ഓക്കെ, അതായത് പറഞ്ഞ എന്താണ് ബെസൽസ് ആണ്. 80 കിഡ്സിൻ്റെ ഒക്കെ ഓരോ കുഴപ്പങ്ങളെ ഈ ഡിസ്പ്ലേയുടെ ഈ സൈഡിൽ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ,
അത് ഇതിനില്ല. അതാണ് ഇവൻ പറഞ്ഞ. ഇവനാണ്. ആ ഇത് കുറച്ച് തിന്നായിട്ടൊരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് കുറച്ചും കൂടി കട്ടിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണണ ഫുള്ളായിട്ട് തന്നെ ഡിസ്പ്ലേ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇത് കാണുന്ന വലിപ്പത്തിൽ അത്രയും വലിയ ഡിസ്പ്ലേ ആയിരിക്കില്ല, പക്ഷെ ഇതിൽ ഫുള്ളായിട്ട് ഡിസ്പ്ലേ ആണ്. S21 നോക്കുമ്പോൾ ഇതിലും നല്ലതാണ് കേട്ടോ. കാരണം ബെസൽസ് ഭയങ്കര നാരോയാണ്. ഭയങ്കര നാരോ ആയിട്ടുള്ള ബെസൽസ് മാത്രമേ S21 ഉള്ളൂ. പിന്നെ ഇതിന്റെ രണ്ടും കൂടി ക്യാമറ ആണെങ്കിൽ ഏത് ക്യാമറയാണ് നല്ലത്? സാംസങ് ഇത്രയും നാളായിട്ട് നല്ല രീതിയിൽ പ്രോസസിംഗ് ഒക്കെ പഠിച്ചു വന്നേക്കണല്ലേ. ഈ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ക്യാമറ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിന്റെ ഈ പ്രോസസ്സിങ് എനിക്ക് ഇത്തിരി ഇതായിട്ട് തോന്നിയത്. ഇവനത് കൊള്ളാമെന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മളിത് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ നമ്മൾ എടുത്ത് കാണണ ഒരു ഫോട്ടോ അല്ല നമുക്ക് കിട്ടണത്. അത് അതിൻ്റെ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് കിട്ടണം. സംഗതി നല്ല ക്ലിയർ ആക്കും അവർ. അതിൻ്റെ അകത്തുള്ള കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ കളഞ്ഞ് ഒന്ന് സെറ്റ് ആക്കും. പക്ഷെ അതിനൊരു നാച്ചുറാലിറ്റി പോണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിസൈൻ എന്റെ ഡിസൈൻ നല്ല ഡിസൈനാണ്. എന്റെ കളർ ഇപ്പൊ എടുത്തേക്കണ ഓറഞ്ച് കളറാണ്. അത്യാവശ്യം ഒരു മൾട്ടിട്ടോൺ വന്നേക്കണം. ഇതിന്റെ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ സ്പീക്കേഴ്സ് മോണോ സ്പീക്കറാണ്. അപ്പൊ വലിയ സൗണ്ട് ഇല്ല. പക്ഷെ അവരിത് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഇതിന്റെ സ്പീക്കറിന്റെ മാക്സിമം വോളിയം 150% കൂട്ടാൻ പറ്റിയിട്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും വലിയ വ്യത്യാസമൊന്നും വരുത്തണ്ട. തിരിച്ച ബാഡാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞ പോലെ മോണോ സ്പീക്കറായിട്ടും നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ള ഫോണുകളുണ്ട്. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി ശോകമായിട്ട് തോന്നിയത് അതിന്റെ സൗണ്ട് ക്ലാരിറ്റി ഇത്തിരി മോശം. പിന്നെ ഈ ഫോണിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനത്തെ, അതായത് M12 അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് 10-12 ഫോണാണെങ്കിലും സൗണ്ടൊക്കെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മൈക്കും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് വലിയ നോയ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മളുടെ സൗണ്ട് എടുക്കും. ബാറ്ററി ഇതിന്റെ പറയേണ്ട ഒരു കാര്യം, ബാറ്ററി ബാക്കപ്പ് എനിക്ക് നല്ല ബാക്കപ്പ് ഉണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. നല്ല കലക്കം ബാക്കപ്പ് ഇതിനുണ്ട്. അത് M12 അത്രയും വരില്ലെന്നാണ് വൈഫ് പറയണത്. അത് സത്യമാണ്. ഇതിന് ഒടുക്കത്തെ ബാറ്ററി ബാക്കപ്പാണ്. ഇതിന്റെ ഈ വെയിറ്റും ഇതിന്റെ സൈസും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലേഡീസിന് 4 കൊല്ലം പഴക്കമുള്ള ഫോൺ കൂടെ ഉണ്ടാവും. ഇവിടെ ഈ കൂട്ടത്തിൽ ഏറ്റവും പഴയ ഫോണാണിത്. പക്ഷെ ഇപ്പോഴും ഇതിന് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അപ്പൊ പിന്നെ ബാറ്ററി ബാക്കപ്പ് നിനക്ക് നല്ലതായിട്ടാണ് നോക്കിയത്? ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. ഒരു 1 ഡേ കഴിഞ്ഞാലും ഒരു നല്ലോണം 30% ബാക്കിയുണ്ടാവും. അത് ഗെയിമൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ച് ഇപ്പൊ ഇവന് വെക്കേഷൻ ആയിരുന്നു. അപ്പൊ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റില്ലും വീഡിയോയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. CMFന്റെ ഫ്രണ്ട് ക്യാമറ ഇട്ടത് വീഡിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കണ്ട. ബാക്കിൽ സൂര്യൻ വന്നപ്പോൾ അവൻ അഡ്ജസ്റ്റ് ചെയ്തത് ഇങ്ങനെ തന്നെ. ലൈറ്റ് ഇങ്ങനെ വേരിയേഷൻ അനുസരിച്ച് അവൻ ഇങ്ങനെ ആണ് കൺട്രോൾ ചെയ്യണത്. ബാക്ക് ക്യാമറ കേട്ടാ. ബാക്ക് ക്യാമറയിൽ വീഡിയോ ഇങ്ങനെ എടുക്കാം. ഞാനത് തിരിച്ചടിച്ചേക്കണേണ് ഫോൺ. ഇതാണ് നേരത്തെ നമ്മൾ സൂര്യനെ ഇങ്ങനെ ബാക്കിലാക്കി അത് ഇങ്ങനെയൊക്കെ ഇരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് S21 ആണ് കേട്ടോ. സാംസങ്ങിൻ്റെ S21 ആണ്. മറ്റേ കാണിച്ചു തരാം. ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.